പ്രൊജക്ടൈൽ മോഷനിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യനെങ്കിലും നീറ്റിന് വരാൻ സാധ്യതയുള്ളൊരു ടോപ്പിക്കാണ്. അതിൻ്റെ സിമ്പിളായിട്ട് നമുക്ക് 4 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്ക് വരെ സ്കോർ ചെയ്യാൻ പറ്റും. ആദ്യം ഇക്വേഷൻ ഓഫ് ട്രജക്ടറി നോക്കാം. അത് S=UT + ½ AT². ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്നതായിരിക്കും. അധികം എല്ലാവർക്കും ഡെറിവേഷനൊക്കെ അറിയുന്നതായിരിക്കും. y=tan θ x - ½ g × x² / u² cos² ആണ് ഇക്വേഷൻ. അതിനെ നമുക്ക് y=ax - bx², അതായത് പരാബോളേൻ്റെ ഇക്വേഷൻ്റെ ടേംസിൽ എഴുതാം. ഇതിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഇക്വേഷനാണ് റേഞ്ച് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. റേഞ്ച് =a/b. നമുക്കൊരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് റേഞ്ച്, പ്രൊജക്ടൈലിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കാനും ചോദിച്ചെങ്കിൽ റേഞ്ച് =a/b. എക്കും ബിക്കും ആ ക്വസ്റ്റ്യനിൽ തന്ന പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ അവസാനം അതിൻ്റെ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ മാതിരി കാണിക്കാം. രണ്ടാമത് മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. മാക്സിമം ഹൈറ്റ് hmax =a²/4b. a²/4b ആണ് ഇക്വേഷൻ. മൂന്നാമത് ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി √5 × 1 + a²/b. നെക്സ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ തീറ്റ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ടാനിൻ്റെ ടേംസിൽ എഴുതണമെങ്കിൽ θ tan ഇൻവേഴ്സ് a, സൈനിൻ്റെ ടേംസിലാണെങ്കിൽ θ sin ഇൻവേഴ്സ് a/√1 + a². ഇനിയിപ്പോൾ കോസിൻ്റെ ടേംസിലാണെങ്കിൽ θ cos ഇൻവേഴ്സ് 1/√1 + a². ഇതാണ് എക്സാമ്പിൾ ക്വസ്റ്റ്യൻ. ഇതുപോലത്തെ കുറേ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. ഞാൻ ഈ പറഞ്ഞ ഇക്വേഷൻസിന് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ക്വസ്റ്റ്യൻ ഇങ്ങനെ: ദ ട്രജക്ടറി ഓഫ് എ പ്രൊജക്ടൈൽ നിയർ ദ സർഫസ് ഓഫ് ദ എർത്ത് ഈസ് ഗിവൺ ആസ് y = 2x - 9x². If it were launched at an angle θ0 with speed v0, then നമ്മൾ തീറ്റയും ഇനീഷ്യൽ വെലോസിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിട്ടുള്ള ഇക്വേഷൻ y = 2x - 9x². അത് നമ്മൾ ax - bx² ടേംസിൽ എഴുതിയാൽ എൻ്റെ വാല്യൂ 2 ആയിട്ടും ബീൻ്റെ വാല്യൂ 9 ആയിട്ടും കിട്ടും. ഇതിൽ ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമുക്ക് ആ വാല്യൂ കൊടുത്തിട്ട് എഴുതാം, പക്ഷേ ഇനീഷ്യൽ വെലോസിറ്റി എല്ലാം സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇനീഷ്യൽ വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ √5 × 1 + a²/b എന്നാണല്ലോ. അപ്പോൾ √5 × 1 + a എന്താ കൊടുത്തിരിക്കുന്നത് 2, 1 + 2²/b കൊടുത്തിരിക്കുന്നത് 9. അപ്പോൾ 5 × 1 + 4/9 എന്ന് കിട്ടും. 5 × 5/9 ദാറ്റ് ഈസ് √25/9. അതിൻ്റെ ആൻസർ 5/3 എന്ന് കിട്ടും. തീറ്റ കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻസിൽ കോസിൻ്റെ ടേംസിൽ സൈനിൻ്റെ ടേംസിലും ഉണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കോസിൻ്റെ ടേംസിലായതുകൊണ്ട് നമുക്ക് കോസിൻ്റെ ടേംസിൽ തന്നെ കണ്ടുപിടിക്കാൻ നോക്കാം. cos θ അതായത് θ cos ഇൻവേഴ്സ് 1/√1 + a² എന്നല്ലേ. അപ്പോൾ cos θ 1/√1 + a² എന്ന് എഴുതുക. ദാറ്റ് ഈസ് 1/√5 എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 1 ആണ് ആൻസർ. എ ആണ് ആൻസർ. θ cos ഇൻവേഴ്സ് 1/√5 ആൻഡ് ഇനീഷ്യൽ വെലോസിറ്റി ദാറ്റ് ഈസ് v0 = 5/3 m/s. ഇങ്ങനെ കുറേ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. എന്തായാലും നീറ്റിന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പ്രൊജക്ടൈലിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയും ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ട്രിക്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.